FIFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ആദ്യം വെച്ച ഐറ്റം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ ഐറ്റംസ് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് മീനുകൾക്ക് കൊടുക്കാനുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ ഫ്രിഡ്ജുകളിലും ഫ്രീസറുകളിലും ഒക്കെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനുകളിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം സ്റ്റോക്ക് ചെയ്ത ഐറ്റം ആദ്യം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള കണ്ടെയ്നറുകളിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. എയർ ടൈറ്റ് കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ എയർ ടൈറ്റ് ബാഗുകളിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കൃത്യമായിട്ട് തന്നെ അതിൽ ഡേറ്റ് ലേബൽ ചെയ്ത് വെക്കുക. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള കോൾഡ് ഫ്രീസറുകളുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18°C ആണ്. ഈ ഒരു ടെമ്പറേച്ചറിൽ ഇതുപോലുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ ന്യൂട്രീഷണൽ വാല്യൂ നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് ഏകദേശം 3 മാസം വരെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ വാല്യൂ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് യൂസ് ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത് 1 മാസത്തിനുള്ളിൽ തന്നെ യൂസ് ചെയ്ത് തീർക്കാനാണ്. അതുകൊണ്ട് ലേബൽ ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ 3 മാസം വരെ ന്യൂട്രീഷണൽ വാല്യൂ നഷ്ടപ്പെടാതെ ഇരിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ -18°C കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ ഫ്രീസറിന് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഫ്രീസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ ആവുകയോ അല്ലെങ്കിൽ പവർ കട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു സംഭവത്തിന് ബ്രേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ആഴ്ചയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫ്രീസറിൽ വെക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കും. പക്ഷേ മീനുകൾക്കുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ചധികം നാളത്തേക്കുള്ളത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോളിസി ഫോളോ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതുപോലുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ നഷ്ടപ്പെടാതെ തന്നെ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഇതുപോലെ കണ്ടെയ്നർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഐസ് ഫുള്ളായിട്ട് പോകുന്നതിന് മുമ്പ് ആവശ്യമുള്ളത് എടുത്ത് തിരിച്ച് ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഡീഫ്രീസ് ചെയ്യുന്നത് നല്ലതല്ല. തണുപ്പ് ഫുള്ളായി പോയതിന് ശേഷം മാത്രം മീനുകൾക്ക് ഫീഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ലേബൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ പുതിയത് വാങ്ങിയ സ്റ്റോക്കാണ് താഴെയുള്ള കണ്ടെയ്നറിൽ ഇരിക്കുന്നത്, പഴയ സ്റ്റോക്കാണ് മുകളിലുള്ള ബോക്സിൽ ഇരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുമ്പോൾ ടോപ്പിലുള്ള ബോക്സ് ആയിരിക്കും വരുന്നത്. ഇനി ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രണ്ടിൽ വെക്കേണ്ടത് നമ്മൾ പഴയ വാങ്ങിയ സ്റ്റോക്ക് ആയിരിക്കണം. പുതിയത് വന്നത് എപ്പോഴും പുറകിൽ വെക്കുക. അപ്പോൾ നമുക്ക് പഴയതും പുതിയതും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും.